ഹലോ, നമസ്കാരം. ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഒരു ഫർണിച്ചറിന്റെ വില ചോദിക്കാൻ ഒരു ഫർണിച്ചർ കടയിൽ വെറുതെ ഒന്ന് കയറിയതാണ്. എങ്ങനെയാണെന്നറിയില്ല, ആ ഒരൊറ്റ സന്ദർശനത്തിൽ അവിടെ നിന്നോട് ഫർണിച്ചറുകൾ വാങ്ങിക്കൂട്ടി ഒരു വലിയ തുക പർച്ചേസിങ്ങിനായി ചിലവഴിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ ചോദിച്ചു, ഫർണിച്ചറിന്റെ വില അന്വേഷിച്ചു പോയ ആള് എങ്ങനെയാണ് ഇത്രയും വലിയ തുകയ്ക്ക് അധികം ഫർണിച്ചറുകൾ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടിയത് എന്ന്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു, ഒന്നും പറയണ്ട, ഞാൻ അയാളുടെ വാചകമടിയിൽ വീണുപോയി എന്ന്. ഇതാണ് മാജിക് സെല്ലിംഗ് അഥവാ മാന്ത്രിക വിപണനം എന്ന് പറയുന്നത്. ഒരു വിപണനം നടക്കണമെങ്കിൽ, ഒരു സെല്ലിംഗ് നടക്കണമെങ്കിൽ കസ്റ്റമറും സെയിൽസ്മാനുമായിട്ട് ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു ബന്ധം ഉടലെടുക്കണം. കസ്റ്റമറിന് സെയിൽസ്മാനെ ഇഷ്ടപ്പെടണം. കസ്റ്റമർ സെയിൽസ്മാനെ അംഗീകരിക്കണം, സ്വീകരിക്കണം മനസ്സുകൊണ്ട്. ഇങ്ങനെ ഒരു റാപ്പോ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ സെയിൽസ്മാനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അയാളുടെ വ്യക്തിത്വം, അയാളുടെ സംസാര രീതി, അയാളുടെ വസ്ത്രധാരണം, അയാളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കസ്റ്റമറെ ആകർഷിക്കാൻ തുടങ്ങും. ഈ ആകർഷണത്തിൽ കസ്റ്റമർ ഒരു മാജിക് സ്പെല്ലിൽ വീണുപോകും. അതായത് ഒരു മാന്ത്രിക സ്വാധീനം. അപ്പൊ ഈ മാന്ത്രിക സ്വാധീനത്തില് കസ്റ്റമർ സെയിൽസ്മാന് കീഴടങ്ങുകയാണ് മനസ്സുകൊണ്ട്. അത് കൂടുതൽ തീവ്രമാകുമ്പോൾ അത് ഒരു മോഹനിദ്രയായി മാറുന്നു, ഒരു ഹിപ്നോട്ടിക് നിദ്ര. ആ ഹിപ്നോട്ടിക് നിദ്രയിൽ കസ്റ്റമറുടെ മനസ്സിന്റെ നിയന്ത്രണം സെയിൽസ്മാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ സെയിൽസ്മാൻ നിർദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രതിരോധമൊന്നുമില്ലാതെ, ചോദ്യങ്ങളൊന്നുമില്ലാതെ വാങ്ങാൻ കസ്റ്റമർ തയ്യാറാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.